ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയറാമിൻ്റെ ഒരു സബ്ജക്റ്റും പിന്നെ കുറച്ച് റീൽസ് റിയാക്ഷനും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ മെയിൻ ട്രോളിൻ്റെ ഇര നമ്മുടെ നടൻ ജയറാമാണ്. ജയറാം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ഇൻ്റർവ്യൂവും നമ്മൾ മലയാളത്തിൽ തന്ന ഒരു ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്. അവിടെ വേറെ കഥ, ഇവിടെ വേറെ കഥ. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ആളുകൾ ഇപ്പം ജയറാമിനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പുതിയ തമിഴ് സിനിമ ജയറാമും അതുപോലെ തന്നെ ഉർവശിയും, എനിക്കൊന്ന് മലയാളികളാണെന്ന് തോന്നുന്നത് അത് മെയിൻ കാസ്റ്റുകളെല്ലാം ഒക്കെ അഭിനയിക്കുന്ന പരിമള ആൻഡ് കമ്പനി എന്ന് പറയുന്ന പുതിയ പടം. അതിന്റെ ട്രെയിലർ കിടിൽ രസമാണ് കണ്ടുകൊണ്ടിരിക്കുക, കോമഡിയാണ്. എനിക്ക് പഴയ ഒരു ജയറാമിന്റെ ഒരു വൈബ് ആ ഒരു സിനിമയ്ക്ക് അതിന് കിട്ടി. നമ്മുടെ ഒരു ദൃശ്യത്തിന്റെ ഒരു കോമഡി വർഷം പോലെയാണ് അത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം ഈ കുറെ ഇന്റർവ്യൂസ് പുള്ളി കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ലെജൻഡറി മൂവി എല്ലാവരും അഭിനയിച്ച T20 പറ്റി ജയറാം പറയുന്നുണ്ട്. അപ്പൊ ജയറാമൻ അതിനെ പറ്റി പറയുന്ന ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന്റെ ഭാഗം ഞാൻ നോക്കാം. 2020 ரொம்ப இன்ட்ரெஸ்டிங். இந்த இது வந்து படத்தோட கடைசி ஷாட்ல இப்படி இருக்கணும். ஓகே, இதுல வந்து ஒரு படம் என்ன ஒரு வாட்டி கூட பாருங்க, கடைசியில வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே, என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அப்போ அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். இவங்க 3 பேரும் மட்டும்தான் நடந்து வராங்க. பட் போஸ்டர் எப்படி ഏറ്റവും അവസരം നടന്നു വരുന്ന ലാലേട്ടൻ, സുരേഷ് ഗോപി, മമ്മൂക്ക എല്ലാവരും നടന്നു വരുന്ന ആ ഒരു സീനിനകത്ത് ജയറാം ഇല്ല. അതിന്റെ കാരണത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ കുറച്ച് നാൾക്ക് മുമ്പ് മലയാളത്തിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അന്ന് കേരളത്തിലെ ഇന്റർവ്യൂവിൽ ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ദീപാവലിക്ക് കുടുംബത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ 2 ഇന്റർവ്യൂവിലും സെയിം ആള്, സെയിം കഥ, പക്ഷെ 2 എണ്ണം. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ട്രോൾ സബ്ജക്ട്. പ്രായമാകുന്നതല്ലയോ, തെറ്റ് പറ്റിയതാകും. എന്നാലും ഇങ്ങനെ ആധികാരികമായി തെറ്റൊക്കെ പറ്റാവൂ? നമ്മൾ സാധാരണ കള്ളത്തരങ്ങളൊക്കെ പറയുമ്പോൾ 1, 2 ഡേറ്റോ സ്ഥലവോ പേരോ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറും. ഇത് കംപ്ലീറ്റ് സിറ്റുവേഷൻ തന്നെയാണെന്നെങ്കിൽ മാറ്റിക്കളഞ്ഞു. ശബരിമല വെർഷൻ 2, ദീപാവലി വെർഷൻ. അണ്ണൈ പൊതുവെ ജയറാമിന് ഇത്തിരി എളിമ കൂടുതലാണ്. മലയാള സിനിമ നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും എളിമ ഉള്ള നടൻ ജയറാമാണ്. 2 രൂപയുടെ എളിമ ഇടേണ്ട സ്ഥലത്താണ് 2000 രൂപയുടെ എളിമ ഇടും. അതാണ് അണ്ണന്റെ സ്വഭാവം. കുറെ കാലമായിട്ട് നമ്മളിത് കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഇങ്ങനെ ഈ അദ്ദേഹത്തിന്റെ എളിമ എല്ലാം ഇവിടെ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തോ ഒരു ഇതൊക്കെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ജയറാം ഏറില്ല. പല സമയത്തും ആളുകൾ നല്ല രീതിയിൽ കമന്റ് ഒക്കെ ആയിട്ട് ആക്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കഥ പറഞ്ഞത് തമിഴ് ടീംസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് പറയുന്നത് ദീപാവലി ആണെങ്കിലും ശബരിമല ആണെങ്കിലും തമിഴന്മാർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ കൂടുതൽ ഭക്തിയോടുകൂടി ശബരിമല പോകുന്നത് തമിഴ് ടീംസാണ്. അന്നേരം അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ പാവത്തിന് തെറ്റുപറ്റിപ്പോയതായിരിക്കും ഇവിടെ, പ്രായമൊക്കെ ആയില്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്റെ തൊട്ട് ഈ ഇടയായിട്ട് ജയറാം നല്ല രീതിയിൽ പല കാര്യങ്ങളിലും ഏറിപ്പോകുന്നുണ്ട്. ഇതിന് കുറച്ച് നാൾക്ക് മുമ്പ് ബിഹൈൻഡ് വുഡ്സിൽ കൊടുത്ത വേറൊരു ഇന്റർവ്യൂ, അതിനകത്ത് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സെന്റൻസ് അത് മലയാളികളെ നല്ല രീതിയിൽ അങ്ങ് ചോദിപ്പിച്ചു. ഞാൻ അതോടെ വെക്കാം. பேசிக்கலி மலையாளின்னா எனக்கு மதர் டங் தமிழ் தான். அம்மா வந்து கும்பகோணம் தான். அப்பா வந்து அந்த டைமில் பாலக்காடு. அந்த டைமில் பாலக்காடும் தமிழ்நாட்டில் தான் இருந்தது. இப்போ வந்து தமிழோட மலையாளம் பெட்டராக இருக்குமா, மலையாளத்தோட தமிழ் பெட்டரா? ஆனால் பிறந்து வளர்ந்து எல்லாம் கேரளா தான். நேட்டிவ் கும்பகோணம் பாலக்காடு. ஆனால் கொச்சினில் தான் பிறந்து வளர்ந்து படித்தது எல்லாம் அங்கே தான். மோர் கம்ஃபர்ட் போத் லாங்குவேஜ். ரெண்டும் வீட்டில் எல்லாம் பேசுகிறது எல்லாம் தமிழானதுனால, அம்மா கூட இல்லைன்னா மாமா எல்லாரும் கூட பேசுகிறது தமிழானதுனால தமிழ் கம்ஃபர்ட் தான்
മലയാളം കമ്പനി മലയാളത്തിൽ ഈ പറഞ്ഞത് നമ്മൾ മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എളിമ കാണിച്ച് മലയാളികളെ പഠിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് അന്നും വന്നു. രാംരാജിന്റെ പരസ്യത്തിന്റെ വീഡിയോ വെച്ചായിരുന്നു അന്ന് ട്രോള് മൊത്തം. എന്റെ നാടിന്റെ താളത്തിൽ അഭിമാനമുണ്ട്, എന്റെ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എന്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നും പറഞ്ഞ് ഈ തള്ളി പരസ്യത്തിനകത്ത് ഡയലോഗാണ്, എന്നാൽ പോലും ഈ സാധനം വെച്ചായിരുന്നു ട്രോൾ ചെയ്ത്. പക്ഷെ നമ്മൾ ജയറാമേട്ടനെ തെറ്റിദ്ധരിച്ചതാണ്. പുള്ളി കേരളത്തിൽ വന്ന ആ ഒരു പരസ്യം ഷൂട്ട് ചെയ്തെങ്കിൽ പോലും പുള്ളി പറഞ്ഞത് ശരിയാണ്. മുണ്ടിന്റെ ബ്രാൻഡ് ഏതാണ്? രാംരാജ് ഇത് നാട്ടിലെ ആൾക്കാരോട് തമിഴ് ബ്രാൻഡ്. അന്നേരം തമിഴ് ബ്രാൻഡായിട്ടുള്ള അതിന്റെ പരസ്യത്തിൽ അതിനെ തമിഴത്തിനെ പറ്റി പറഞ്ഞ് അതാണ് കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചതാടേ. അണ്ണൻ അത് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഇതുകൂടാതെ ഇലക്ഷൻ സമയത്തും ജയറാം ഒന്ന് ചെറുതായിട്ട് ഏറിപ്പോയായിരുന്നു. ജയറാമിനും കുടുംബത്തിനും വോട്ട് തമിഴ്നാട്ടിലാണ്. അന്നും ട്രോള് വന്നു, മലയാളിയാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച്. സത്യത്തിൽ ദുൽഖറിനും വിനീത് ശ്രീനിവാസനും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു വോട്ട്. അവരെല്ലാവരും സ്റ്റേ ചെയ്യാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ ജയറാമിന് ഏറ്റവും കൂടുതൽ ട്രോള് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് നാടിനെ പറ്റി ഓർത്ത് ഭയങ്കര അഭിമാനമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു കേരള സംസ്കാരവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റേ ചെണ്ടകൊട്ടലും ഉത്സവവും അതുമായിട്ട്. എന്നിട്ട് വന്നിരുന്ന ഒരു തമിഴ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇല്ല, അനിയത്തി പ്രാവിനകത്ത് ശാലിനി ചോദിക്കുന്നതിന്റെ തൊട്ടും മലയാളികൾ ചോദിക്കും എന്നും പറഞ്ഞ് ചോദിച്ചു പോകും. നീ തമിഴനായിട്ട് മലയാളി എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചല്ലേ എന്ന് ചോദിച്ചു പോകും. ഉള്ളത് പറയാലോ, പുള്ളിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് മലയാളികൾക്ക് ജയറാമിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് എന്തോരോ ആൾക്കാർ കാത്തിരിക്കുന്നറിയോ. പുള്ളിയുടെ ഒരു ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫാമിലിയും തിയേറ്ററിൽ പോകും. അത്ര ഇഷ്ടമാണ് ജയറാമിനെ. ഇത്രയും കാലം നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ഭയങ്കര ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഒരു നടൻ വന്നിട്ട് തന്റെ മാതൃഭാഷ തമിഴാണെന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലി ടെക്നിക്കലി ബയോളജിക്കലി സംഭവം ശരിയാണെങ്കിൽ പോലും നമ്മുടെ മലയാളികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ ട്രോളുന്നത്. ഇനിയിപ്പോ നാളെ മോഹൻലാൽ വന്ന് പറയുകയാണ് എന്റെ മാതൃഭാഷ തമിഴാണ്, കല്ലൂർക്ക് അറിയത്തില്ലയോ മലയാളി എവിടെ പോയാലും മലയാളി എന്ന് പറഞ്ഞ അഭിമാനത്തോടെ പറഞ്ഞു കിടന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതാണ് ഈ ജയറാമിന്റെ കാര്യത്തിലും. മനസ്സിലായോ? അപ്പൊ എന്താണെങ്കിലും ജയറാമിന് ഈ അടുത്തിടെയായിട്ട് കണ്ടേഴ്സിനെയാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും ട്രോള്, എന്ത് പറഞ്ഞാലും ട്രോള്. എന്റെ പൊന്നെണ്ണ, ഇത് തമിഴ് ഇന്റർവ്യൂ ആണെങ്കിലും മലയാളികളും തമിഴൊക്കെ കാണുന്നതാണ്. അതോടൊന്നും ആലോചിച്ചൊക്കെ പറയണം കേട്ടോ. എനിക്ക് പറയുമ്പോൾ നേരത്തെ കഥ പറയുന്നവർ പറയുന്നതാണ് അവിടെ പോയി വേറെ കഥ, ഇവിടെ വന്ന് കേറ കഥ. ഒന്നാമത് ഇച്ചിരി തള്ളു കൂടുതലാണെന്ന് പൊതുവെ ഒരു വെപ്പുണ്ട്. അതുകൊണ്ട് ഒരു പൊടിക്കുന്ന മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ട്രോളിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ എന്താണെങ്കിലും അണ്ണന്റെ പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. പറ്റുമെങ്കിൽ നമ്മൾ പോയി കാണുന്നതായിരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഒരുപാട് കാലം ജയറാമിന്റെ ഒരു പടം പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട, അവസാനം കണ്ട മറ്റേ ഓസ്ലറും കണ്ട. അപ്പൊ ജയറാമിനെ പറ്റി അത്രയാണ് പറയാനുള്ളത്. ഇനി അടുത്ത വേറൊരു കാര്യം, വി മുരളീധരൻ MLA. പുള്ളി കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ പോയിട്ട് പിള്ളേർക്ക് മിഠായി കൊടുത്തു. ആ ഒരു സാധനം വളരെ വൃത്തികെട്ട രീതിയിൽ ചില പാർട്ടിക്കാർ അത് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. വി മുരളീധരൻ MLA വിദ്യാർത്ഥികൾക്ക് മിഠായി വിതരണം ചെയ്ത വിവാദത്തിലായി. കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്ത് ഇട്ടുകൊടുത്തതാണ് വിമർശനത്തിന് വഴിയായത്. എനിക്കൊന്ന് പുള്ളി ഓരോന്നിടന്ന് എടുത്ത് കൊടുക്കുന്നതിനേക്കാളും വേദം ഷോർട്ട് കട്ട് നോക്കിയത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇഷ്ടമുള്ളത് പിള്ളേർ എത്രയാണെന്ന് വെച്ചാൽ എടുത്തോട്ടെ ആ ഒരു രീതിയിൽ. ഇതിപ്പോൾ വേറെ തരത്തിലാണ്. തൊട്ട് തീണ്ടായ്മ, ഇവന് പിള്ളേരെ തൊട്ടുകൂടാ, മതത്തിന്റെ മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ ഓരോന്നും പടച്ചുവിടുന്നത്. അത് അനാവശ്യമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതും കഴിഞ്ഞ ദിവസം നടന്നതാണ്. ഈ തൊട്ട് തീണ്ടായ്മയുള്ള ആള് ഇങ്ങനെ പോയിട്ട് പിള്ളേരെ കൈ കൊടുക്കുകയും അല്ലെങ്കിൽ തോളെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. രണ്ടടി മാറി കിടന്ന് നിൽക്കത്തോളല്ലോ. അപ്പം വെറുതെ അയാൾ വേറൊരു പാർട്ടിയുടെ ബേസിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ അങ്ങ് അടിച്ചു വിടരുത്. അതൊക്കെ മോശം പരിപാടിയാണ്. അത് വൃത്തികെട്ട പരിപാടി എന്ന് എനിക്ക് പറയാനുള്ളൂ. വെറും വൃത്തികെട്ട പരിപാടി. സോ അത്രേ ഉള്ളൂ. എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഇതാണ് രാം ചരന്റെ ബോഡി ഗാർഡ്. ആ നീളമുള്ള നീഗ്രോ ചേട്ടൻ കണ്ടാ പുള്ളിയുടെ സാലറി പെർ ഡേ 2 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും എന്തിനാണ് ഇവനൊക്കെ ഇത്രയും പൈസ കൊടുക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു. പുള്ളി എന്താ MMA ഫൈറ്റർ അങ്ങാണ്ടാണ്. ഓക്കെ, ഇന്നൊരു വീഡിയോ കണ്ട് ഇദ്ദേഹത്തിന്റെ, അന്നേരം മനസ്സിലായി അത്രയ്ക്ക് അതിനുള്ള മുതലുണ്ട് എന്ന്. ഞാൻ വീഡിയോ ഒന്ന് കാണിക്കാം. ഒരു നേരം തൂക്കിയെടുത്തിട്ട് പോകുന്നുണ്ടോ, പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടോ? ഒറ്റ
ഒറ്റയ്ക്ക് അത്രയും വലിയൊരു തൂക്കി എടുത്തോണ്ടൊക്കെ പോയി. എന്തുവാടേ ഇവനാണ് ബോഡി ഗാർഡ്. ഏതാണ് ബോഡി ഗാർഡ്? പൈസ കൊടുക്കുന്നതിന് മുതലാ കേട്ടോ. 2 അല്ല 4 കൊടുത്താലും മുതലാ. ഒരുത്തനെ ഓടി അങ്ങോട്ട് വന്നതേ ഉള്ളു, പറന്നെത്തി. പുള്ളി പറന്നെത്തി. അണ്ണന്റെ പേരെന്ത് കുണ്ടു അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. ആരാ കയറ്റം തന്നെ കേട്ടോ. പുള്ളിയുടെ പേര് കെവിൻ കുണ്ട, പ്രൊഫഷണൽ MMA ഫൈറ്റർ ഫ്രം ഗാംബിയ. പിന്നെ 360 ദിവസവും ഈ 4 ലക്ഷം രൂപ പെർ ഡേ കൊടുത്ത് നിർത്തുകയൊന്നും വിചാരിക്കില്ല കേട്ടോ. ഇത് ഈ പടത്തിന്റെ പുള്ളിയുടെ പുതിയ പടം ഇറങ്ങുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഇറക്കിയതാണ്. അത് കഴിയുമ്പോൾ പുള്ളി വേറെ പരിപാടിക്ക് പോകുമായിരിക്കും. നീ സ്വപ്നം കണ്ടിട്ട് എന്താ ചെയ്യുന്ന വീട്ടിലെ? അതാ പറ. എനിക്ക് ആ പാട്ട് എപ്പോഴും സേവിടാ. സ്വർണമുകിലേ സ്വപ്നം കാണാറുണ്ടോ, നീയും സ്വപ്നം കാണാറുണ്ടോ? സ്വർണ നീരക്കോതം തലയിൽ സ്വർണ നീരക്കോതം തലയിൽ വേണ്ടി. സ്വർണ്ണ നീർക്കൊതം തലയിൽ വീടുന്നു എന്റെ പൊന്നേ. മതി സ്വർണ്ണക്കുണ്ടിയോ സിൽവർ കുണ്ടിയോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ പാടില്ലേ പ്ലീസ്. സ്വർണ്ണമുകിലിന്റെ വിണ്ണിൽ വീടിൽ നാദകുമ്പോ ആരുടെ കൂമ്പ്? സ്വർണ്ണ ചീരക്കോകൾ ചൊറുക്കിയോ? ആര് ചൊറുക്കി? വസന്തരാത്രി മയങ്ങുമ്പോ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? ആ സ്വർണ്ണ നീർക്കോത്ത ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. ദിവസം കിടന്നു മറ്റൊരു പാട്ട്. കൃഷ്ണനെ പഞ്ചായത്ത് വിട്ടു പോയെന്നാ തോന്നണേ. ചേച്ചി തുടക്കമൊക്കെ കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ പാടാൻ പറ്റുന്നതാണ്. ആൺകുട്ടികള് പെൺകുട്ടികളെ പരിചയപ്പെട്ടാൽ ഉടൻ നമ്പർ ചോദിക്കാറുണ്ടല്ലേ? അങ്ങനെ ഇത് അവർക്ക് താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് ആ പെൺകുട്ടി നമ്പർ തരികയാണെന്നുണ്ടെങ്കിൽ 1 ഡിജിറ്റ് തെറ്റിച്ച് തിരിച്ച് വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അത് ശരിയല്ല, അത് തെറ്റായ ഡിജിറ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ പെൺകുട്ടിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് കേട്ടോ. എവിടായിരുന്നു പെരിയ കോഴിയെ കണ്ടാണ് ഇങ്ങേര്. നല്ല പ്രായമുണ്ടല്ലോ. പഴയ കില്ലാടിയായിരുന്നു. കൊണ്ടാ പറയോ. If a girl gives you her number, read back to her with 1 wrong digit. അണ്ണൻ ഈ PK യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ പോലും ആണോ അണ്ണ? പൂവൻകോഴി യൂണിവേഴ്സിറ്റിയിൽ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് കേട്ടാ. ഹലോ 05599 ഇതൊക്കെ എന്തിനാ നമ്മുടെ അടുത്ത് പറയുന്നത്? 03 എന്റെ നമ്പറാണ്. എനിക്ക് മെസ്സേജ് അയക്കുക. ഞാനിങ്ങനെ നടക്കുക, വഴി കൂടെ ഇങ്ങനെ നടക്കുക വണ്ടിയില്. ഏതെങ്കിലും കസ്റ്റമറെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. വേറെ നിവൃത്തിയില്ല ഏട്ടാ. എന്റെ 3 കർമ്മമാരെ കിട്ടി. കുഴപ്പമില്ല, 2 കർമ്മനെ എടുത്തു, കഴിഞ്ഞു കലാശ്. കുഴപ്പമില്ല. എന്നെ പൊന്നി ചേച്ചി വല്ല എയ്ഡ്സും വരും. അവന്മാര് കാണുന്നില്ല. പൊക്കോ. മോദിജി ആൻഡ് മെലോണി ഇവര് തമ്മിൽ എന്തുവാ സംഭവം എന്തോ മനസ്സിലാവുന്നില്ല. മോദിജി കൊണ്ട് മെലഡിയൊക്കെ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് മെലോണി മോദിജിയായിട്ട് പിണങ്ങി അൺഫോളോ ചെയ്തു പോകുന്നു, പിന്നെ ഫോളോ ചെയ്യുന്നു. നിങ്ങൾ തന്നെ എന്താണ് സംഭവം ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒരുമിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, മണ്ണ് വാരിയിടുന്നു, കൈ കൊടുക്കുന്നു. ഉണ്ട് മോദിജി മെലോഡി. നിങ്ങളൊന്ന് ആലോചിക്കണം. അണ്ണൻ അവിടെ പുള്ളിക്കാരത്തി ഇവിടെ ഇറ്റലിയും കണ്ട ഇറ്റലി ഫ്രാൻസാണ് ഇറ്റലിയാന്ന് തോന്നുന്നു. അവിടെ പോയ സമയത്ത് ഇത് നാട്ടിൽ നിന്ന് ഈ സാധനം മേടിച്ച് അങ്ങ് കൊണ്ടുപോയി. ഇത് ആരെങ്കിലും ഒരു
കാമുകം ചെയ്യൂ. അത് കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ഏറ്റവും അവസാനമാണ് അവിടെ ചെല്ലേണ്ടത്. അന്നേരം അത്രയും രാജ്യങ്ങൾ കവർ ചെയ്തപ്പോ തന്നെ അണ്ണന്റെ സൂട്ട് കേസിലെ മെലോണിക്ക് എടുക്കാനുള്ള മെലഡി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാമുകന്മാര് ഒരു ഇമാതിരി പ്രപ്പോസിങ് ഇംപ്രസ് ചെയ്യാനുള്ള പരിപാടി നടക്കത്തില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ തമ്മിൽ കെട്ടിയിരുന്ന പൊളിച്ചാണ് ഒരു ഇച്ചിരി കണക്ഷൻ പൊളിക്കും. പണ്ട് തൊട്ടേ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സും ഇറ്റലിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. സോണിയാഗാന്ധി പുള്ളിക്കാരത്തി ബോൺ ഇൻ ഇറ്റലി ആണല്ലോ. അതാ പറഞ്ഞത്, ഇറ്റലിയുമായിട്ടൊരു കണക്ഷൻ നമ്മുടെ പൊളിറ്റിക്സിന് പണ്ടേ ഉള്ളതാണ്. അപ്പം ആ ഒരു പാത പിന്തുടരുന്ന് വരുവാണെന്ന് തോന്നുന്നു. എന്താണത്? അവന്റെ കോട്ടാ വിട്ട് കാണുമല്ലോ. എന്തുവാടേ ഇത്? വെള്ളത്തിന് പകരം തീയോ ചിക്കൻ ഫ്രൈ പോലെ ആയി കാണുമല്ലോ അവന്റെ കുണ്ടി രണ്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ട്രെയിനകത്ത് താളമൊക്കെ പിടിച്ചോണ്ട് അപ്പിട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ സാധനം ഈ വരുന്നത്, ഇങ്ങനെ വരുന്നത്. അവന്റെ കോഴിക്കുഞ്ഞ് കാടക്കുഞ്ഞ് പോലെ ആയി കാണും. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ഇങ്ങനൊന്നും ആർക്കും വരുത്തരുത് കേട്ടാ. തീ പറക്കുന്നു. ദീപാവലിയായിരുന്നു അത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മളിനി മിസ്ലീഡ് ചെയ്യാൻ വല്ലതും ആണ്. ഇനി ഇത് ട്രെയിൻ നിർത്തിയിട്ടിട്ട് അടിയിൽ വെൽഡ് ചെയ്യുന്ന സാധനം അങ്ങനെ മേപ്പോട്ട് വെൽഡ് കട്ട് ചെയ്യുന്ന ഇങ്ങനെ വരത്തില്ല, കട്ട് ചെയ്യുന്നതായിരിക്കും. കട്ട് ചെയ്യുന്ന വല്ലതും മേപ്പോട്ട് വരുന്ന വല്ലതും ആണോ? പക്ഷെ കുലുങ്ങുന്നൊക്കെ ഉണ്ട്, അതാണ് ഡൗട്ട്. എന്തായാലും ഡൗട്ട്. ആർ യു റിയൽ ജോർജ് കുട്ടി? നമുക്കും അത് സംശയം. അണ്ണൻ എന്തുവാ ഇത് കാണുമ്പോ നമുക്കും അതിന് തോന്നുന്നു ഇനി അണ്ണന്റെ കഥയിലാണ്. അവസാനത്തെ ആ തേടിനകത്ത് ആ സിനിമ പിടുത്തവും അത് ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ ഇറക്കുന്നതും അത് ഹിറ്റാകുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഇത് എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ പലതും ചിലപ്പം കിട്ടും. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടാണെന്ന് തോന്നുന്നു. നമ്മുടെ ബിൻസിമോള് കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടെന്ന് കേൾക്കാം. അറിഞ്ഞിട്ടാണോ പിന്നെ ഇത് ശരിക്കും നീ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ അത് മനഃപൂർവ്വം ട്രോള് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്? ഇൻസ്റ്റഗ്രാം വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പിള്ളേർക്ക് പോലും റൊണാൾഡോ എന്താണ്, അല്ലെങ്കിൽ റൊണാൾഡോ ഏത് ടീമിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ടത്തരം. കേരള ബ്ലാസ്റ്റേഴ്സിനെ അറിയാവുന്നവൾ റൊണാൾഡോയെ അറിയത്തില്ലെന്ന് പണയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരള ബ്ലാസ്റ്റേഴ്സിനെ അറിയാം, പക്ഷെ റൊണാൾഡോ ഏത് ടീമില്ല, നെയ്മർ ഏത് ടീമിലാണെന്ന് അറിയത്തുള്ളൂ. ഇത് ആദ്യമായി കേൾക്കുന്ന പേരാണെങ്കിൽ കുഴപ്പമില്ല, ആരുടെയാ, നെയ്മറിന്റെ റൊണാൾഡോയുടെ ഒക്കെ. പക്ഷെ അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത് ചുമ്മാ അതൊക്കെ കിടന്ന് ട്രോള് വേണ്ടിയിട്ട് ഡയലോഗ് അടിക്കുകയാണെന്ന് തോന്നുന്നു. കെട്ടപ്പല്ലേടെ ഇത് കുറെ നാളായല്ലോ നമ്മുടെ കെട്ടപ്പയെ കണ്ടിട്ട്. കെട്ടപ്പ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. ഈ പാട്ട് കേട്ടിട്ട് അവള് കരയുന്നു. സീരിയസ്ലി ഇത് കേട്ടിട്ട്, കട്ടപ്പ പാടുന്ന കേട്ടിട്ട് എന്തൊരു ആക്ടിങ് ഇടേ. ാണ് ചന്തയിലെ രോമം കളയാൻ ടിപ്സ് പറഞ്ഞു തരാമോ ചേച്ചി? ഒരു കാര്യം ചെയ്യും, കുറച്ച് ഉണക്കത്തേങ്ങ സംഘടിപ്പിക്കുക. അതിന് ചകിരിച്ചോറ് എടുക്കുക, ചകിരി എടുക്കുക, ചകിരിയും കുറച്ച് ചിരട്ട എടുക്കുക. അത് രണ്ടും മിക്സ് ചെയ്ത് കത്തിക്കല്ലേ, പുകയ്ക്കുക. അല്ലാതെ പുകച്ച് കനലാക്കുക, കത്തിച്ച് കനലാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചേർന്നിരിക്കുന്നവർ സങ്കല്പിച്ച് കുനിഞ്ഞിരുന്നാൽ മതി. മുഴുവൻ ഇറങ്ങി നോക്കോളും. അവന് അവിടെ ഇരുത്തണ്ട. നേരത്തെ നമ്മളൊരു ട്രെയിൻ കണ്ടില്ലേ, അതിനകത്ത് കൊണ്ടിരുത്തിയാൽ മതി, മൊത്തം രോമം ഉരുകി പോക്കോളൂ. ഇനി നമുക്കൊരു പരസ്യം കാണാം ഗൈസ്. എന്താ പറ്റിയ ബ്രോ? കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി, ഇപ്പോഴും ഉപ്പിലിട്ട മാങ്ങ പോലെ എന്റെ അവസ്ഥ. ഇപ്പോഴും ഉപ്പിലിട്ട മാങ്ങ പോലെയാണ്. വളരെ വിഷമം തോന്നുന്നു. ഇതെന്നാ അറട്ടെണ്ണ പെണ്ണുവല്ല സെറ്റായോ? ശാസ്ത്രീയമായ ഒരു പരിഹാരമുണ്ട്. എന്ത് പരിഹാരമായിട്ടാ? തുർക്കി ജാം. എന്ത് കഴിച്ചാൽ തുർക്കി ജാം കൂടുതൽ ഊർജ്ജസ്വലനാകും. ധർമ്മ ബ്രാൻഡാണ് ഈ തുർക്കി ജാം. തളർച്ച, ക്ഷീണം എന്നിവ മാറും. മുഖം കണ്ടോ? ആരാ തുർക്കി ജാമിന്റെ പരസ്യം കൊടുക്കുന്നത്? ആറാട്ടൻ. കല്യാണം കഴിഞ്ഞ നിരാശരായവർക്ക് തുർക്കി ജാം ഒരു ഉത്തമ മരുന്നാണ്. അപ്പോ ടർക്കി ജാം കഴിച്ചാൽ പൊളിക്കല്ലേ? ഇനി ഞാൻ ഏറ്റ കാര്യം, ഞാൻ പോവാ. തുർക്കി ജാം, തുർക്കി ജാം. ജീവിതം
അയ്യോ, പെണ്ണ് കിട്ടാത്ത അണ്ണൻ ജാമ് കഴിച്ചിട്ട് എവിടെ പോകാനാണ്? അണ്ണൻ ആദ്യം പോയി ഒരു പെണ്ണിനെ സംഘടിപ്പിക്കും, എന്നിട്ട് തുർക്കി ജാമിന്റെ പരസ്യത്തിന് പോവാ. തുർക്കി ജാം ഇതുപോലെ കണ്ടന്റിന് വേണ്ടി അടിച്ചതല്ലോ. അത് ഇങ്ങനൊരു സാധനം ഉണ്ടാ? ഈ ഫൺ കണ്ടന്റിന് വേണ്ടി അടിച്ചെന്ന് തോന്നുന്നു. കൊളാബറേഷൻ വേറെ മീഡിയസിന്റെ ഒക്കെയാണ്. തുർക്കി ജാം ആവശ്യമുള്ള താഴെ കൊടുത്തിന് ഇൻസ്റ്റാ ലിങ്കിൽ ഉള്ളതായിരുന്നോ നമ്പർ കൊടുത്തേക്കുന്നു? DM ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങള്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി, ബൈ.